സിജോയ്, ഈ നടപടി വൈകാൻ എന്താണ് ഒരു ഡിലേ? 2 ദിവസം അവധി ദിനമായതുകൊണ്ടാണോ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്? തിങ്കളാഴ്ചയോടുകൂടി മാത്രമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കൂ എന്നുള്ളതാണ് നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചിരുന്ന വിവരം. അത് കൃത്യമായി പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അതിൽ DGP പരിശോധിച്ചതിന് ശേഷം മറ്റ് കാര്യങ്ങൾ അതിനുശേഷം കൃത്യമായി പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കൊടുക്കുക. എന്തായാലും ആ പരിശോധന കുറച്ച് നീണ്ടുപോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഏകദേശം 3 ആഴ്ചയോളമായി ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ മേശപ്പുറത്തിരിക്കുന്നത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കുന്ന സാഹചര്യത്തിലാണ് ഇനി അജിത് കുമാറിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നത്. നേരത്തെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ റിപ്പോർട്ടുകളൊക്കെ വന്ന സാഹചര്യത്തിൽ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസിലേക്ക് മാറ്റുന്നു. എക്സൈസിൽ നിന്ന് പിന്നെ ബെപ്കോയുടെ CMD ആയി നിൽക്കുന്നു. ഇപ്പോഴും ബെപ്കോയുടെ CMD ആണ്. എന്തായാലും അദ്ദേഹത്തെ തിരികെ പോലീസിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളൊന്നും സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല. അതിനിടെയാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് കടുത്ത നടപടിയിലേക്ക്, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിജോ വി ജോൺ നൽകുകയായിരുന്നു വിശദാംശങ്ങൾ. ഏതായാലും തിങ്കളാഴ്ചയിലേക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. MR അജിത് കുമാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് കടക്കുകയാണ് UDF.